ബദർ യുദ്ധത്തിന് പോകാൻ നേരത്ത് പിന്നെ ആകെ പ്രശ്നമാണ്. ശത്രുക്കൾ തന്നെ അബൂജഹലിന്റെ അടുത്ത് പറഞ്ഞു അവർ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും അവർ ഭയങ്കര തയ്യാറെടുപ്പിലാണ്. അപ്പൊ അബൂജഹലിനൊരു പേടി വന്നു. അപ്പൊ ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നളിയാ നീ പേടിക്കണ്ട, നമ്മൾ പണ്ട കമ്പനിയല്ലേ, നിന്റെ കൂടെ ഞാനുണ്ട്, ധൈര്യമായിട്ട് വയ്ക്കും. അവന്മാരങ്ങനെ പലതും പറയും, നീ പിന്തിരിഞ്ഞു പോകരുത്, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞു. അതാ സംഭവിച്ചത്. പക്ഷെ എന്തായി ലാസ്റ്റ് ഇബ്ലീസിന്റെ വാക്കും കേട്ടുകൊണ്ട് പുറപ്പെട്ട ബുജാഹിലുടൻ കിബർ പൊങ്കിയലുന്തി ലിബാസ് ചമൈന്ത് പുതുമാക്കസവിട്ടുകൾ വൈത്തുകരീറുമുടുത്തിടലായി നിഗമികമായ പട്ടുകളും അരിനാട ചുറ്റികളും പല പണി പൊതുവായി എടുത്തൊരു ഹാത്തം വിരൽക്കു പതിത്തിടലായി. ഇബ്ലീസിന്റെ വാക്കൊക്കെ കേട്ട് ആടിപ്പാടി പെണ്ണും കള്ളും കുപ്പിയൊക്കെ ആട്ട് ആളെ അടിച്ചു പൊളിച്ച് ചെന്ന് അല്ല ആമ്പിളരെ അടിച്ച് തറ പറ്റിച്ചു. അബൂജഹല് തകർന്ന് തരിപ്പണമായി പോയില്ലേ. ഇതാണ് ഇബ്ലീസിന്റെ പരിപാടി. എങ്ങനെയാണ് ചതിക്കുടി എവിടെ ഉണ്ട് അവിടെ ഇങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഭയങ്കര സന്തോഷമാണ് അവന്. ഒരു മനുഷ്യന്റെ നന്മയിൽ വെറുതെ കിട്ടുന്ന നന്മയാണത്. ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവാത്ത വെറുതെ കിട്ടുന്ന നന്മയാണ്. ഒരു നഷ്ടവും നിങ്ങൾക്കില്ല. പോക്കറ്റിൽ നിന്ന് ഒരു 10 രൂപയുടെ നഷ്ടം നിങ്ങൾക്കില്ല, ഒന്നുമില്ല. നിങ്ങൾ അവിടെ നിൽക്കണ പോലെ തന്നെ കേൾക്കുന്നത് കസേര വന്നിരുന്നിട്ട് ഇരിക്കുമ്പോ കിട്ടണ കൂലി വേറെ, വെറുതെ കിട്ടണ കൂലിയാണ്. പക്ഷേ ചെയ്യൂല. അതിന്റെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചു നോക്കി. അങ്ങനെ നമ്മൾ ആലോചിക്കണില്ലേ? എത്രയോ ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ മണ്ടത്തരം പറ്റണം, വെറുതെ കിട്ടണ കൂലിയാണ്. പിന്നെ വീട്ടിൽ ഉമ്മ ഭക്ഷണം കൊണ്ടു തരുമ്പോ ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ, ചുമ്മാ നോക്കിയാൽ തന്നെ കൂലിയാണ്. അത് ഹദീസിൽ ഉമ്മാടെ മുഖം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വാപ്പാടെ മുഖം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം വാപ്പാടെ മുഖത്ത് നോക്കിയാൽ എന്താ നോക്കണം ചോദിക്കൂലേ? എന്റെ ആപ്പാണെ ചോദിക്കും, എന്താ നോക്കണം ചോദിക്കും. ഇതിന് ആപ്പുണ്ടോ? കണ്ണപ്പൊട്ട ഉണ്ടോ? ആപ്പുണ്ടോ? ഉപ്പ വല്യപ്പ ഇപ്പ ഇല്ല, ഇപ്പുണ്ട്. ഉപ്പാടെ മുഖത്ത് നോക്കൂലേ? ഉപ്പാടെ മുഖത്ത് നോക്കണം ഇപ്പൊ ചോദിക്കും, എന്താ നോക്കണം. ഉമ്മാടെ മുഖത്ത് നോക്കുമ്പോ എന്താ മോനെ എങ്ങനെ നോക്കണം ചോദിക്കും. എന്താ നോക്കണമെന്ന് മുമ്പ് ചോദിക്കൂല. അല്ലാ, അതാണ്